ജന്മരേഖ ആപ്ലിക്കേഷനിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പണിൻ്റെ സ്ലൈഡെല്ലാം മാറിയിട്ടുണ്ട്. പുതിയ സ്ലൈഡാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നോ വർക്കർ അറ്റൻഡൻസ് എന്നൊരു ഓപ്ഷൻ സെർച്ച് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റേറ്റും ജില്ല, പഞ്ചായത്ത്, ബ്ലോക്ക്, പഞ്ചായത്ത്, അതിനുശേഷം വില്ലേജ് എന്ന് പറഞ്ഞാൽ വാർഡിൻ്റെ നെയിമാണ്. ഏത് വാർഡാണ് തോൽക്കാടിൽ ആ വാർഡിൻ്റെ പേര്. അതിനുശേഷം അവരെ ഫാമിലി ID മാത്രം മതി. ജോബ് കാർഡിൻ്റെ ലാസ്റ്റ് നമ്പർ മാത്രം. ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്ത ശേഷം ആ ഡീറ്റെയിൽസ്, ആ തോൽക്കാടിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് വരും. ഫസ്റ്റത്തെ അറ്റൻഡൻസ്, രണ്ടാമത്തത് പേയ്മെൻറ്റ്, മൈ അസറ്റ്സ്, APPS, ഇത്രയാണ് ഓപ്ഷനുള്ളത്. അറ്റൻഡൻസ് നോക്കിയാൽ അറിയും. പിന്നെ പേയ്മെൻറ്റ് നോക്കിയാൽ അറിയും. മുമ്പത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പച്ച മഷിയിൽ ഡേറ്റ് വന്നെങ്കിൽ അത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്നാണ് പൈസ. കഴിഞ്ഞ വർഷത്തെ കൂടി ഇതിൽ കണക്കിൽ വരുന്നുണ്ട്. അടുത്ത പുതിയ ഓപ്ഷനാണ് മൈ അസറ്റ്സ്. ഈ ജോബ് കാർഡ് നമ്മൾ സെർച്ച് ചെയ്ത ജോബ് കാർഡിൽ എന്തൊക്കെ അസറ്റ് ഇഷ്യൂ കൊടുത്തിട്ടുണ്ടെന്നല്ല കാണിക്കാനാണ്. ഇത് 2 അസറ്റാണ്. ഈ വ്യക്തിക്ക് 2 അസറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ കംപ്ലീറ്റ് ആയെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ഉണ്ട്. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എസ്റ്റിമേറ്റ് എമൗണ്ട്, പിന്നെ മറ്റേ വർക്ക് ക്ലിക്ക് ചെയ്തെങ്കിൽ മറ്റേ വർക്കും കിട്ടും. അപ്പോൾ നമുക്ക് ഏതെല്ലാം വ്യക്തിക്ക് എന്തെല്ലാം വർക്ക് കൊടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുവാനും. പിന്നെ അതിനുശേഷം APPS എല്ലാം ടിക്കായിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ടുണ്ട് APPS. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ജന്മരേഖയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നത്. അപ്പോൾ എല്ലാവരും ജന്മരേഖ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.